ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ ജീവിതത്തിലോട്ട് പെട്ടെന്ന് നടക്കാൻ പോകുന്നത് എന്താണ്, എന്തെല്ലാം കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിലോട്ട് പെട്ടെന്ന് കടന്നു വരാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ ഒന്നല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പരിപാടിയിൽ എന്തൊക്കെയോ കണക്കൂട്ടലുകളൊക്കെ പെശകിയിരിക്കുന്ന ഒരു സമയമാണ്. ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ കാര്യത്തിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിലോ എന്തെങ്കിലും വീട്ടിൽ നടക്കേണ്ട എന്തെങ്കിലും പരിപാടികളിലോ കണക്കൂട്ടലുകളൊക്കെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആ കണക്കൂട്ടലുകൾ പോയില്ല. ഇത്തിരി ഇത്തിരി പാളിപ്പോയിരിക്കുന്ന ഒരവസ്ഥയാണ് കാണിക്കുന്നത്. നിങ്ങൾ ചില സമയത്ത് ഒരു ശുഭപ്രതീക്ഷയോടുകൂടി ഇങ്ങനെ മുന്നോട്ട് പോകും. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വെളിച്ചമൊക്കെ കൊടുത്ത് ഒന്ന് മുന്നോട്ട് പോകും. ആ നിങ്ങൾ തന്നെ എത്രത്തോളം നെഗറ്റീവ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം നെഗറ്റീവ് നിങ്ങൾ സ്വന്തമായിട്ട് ആലോചിച്ച് ചിന്തിച്ച് അത്ര ഉള്ള ആ ശുഭപ്രതീക്ഷ, ആ ലൈറ്റ്, ആ വിളക്ക് തല്ലിക്കെടുത്തി, ആ ശുഭപ്രതീക്ഷ തല്ലിക്കെടുത്തി നിങ്ങൾ നെഗറ്റീവ് മൈൻഡിലോട്ടും പോവും. ഇതാണ് ഇവിടെ ഉള്ള പരിപാടി. നിങ്ങൾ കുറച്ചാളുകൾ എന്നെ ആരെങ്കിലും വന്ന് രക്ഷിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു, എന്നെ ആരെങ്കിലും വന്ന് രക്ഷിച്ച് ഒരു എന്താ പറയാ എന്നെ രക്ഷിച്ചോണ്ട് പോയെങ്കിൽ എന്തായിരുന്നു, അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ കുറച്ച് ആളുകൾ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുവാണെങ്കിൽ അങ്ങനെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ കേട്ടോ. കാരണം നിങ്ങൾ ഇറങ്ങി ചെയ്യേണ്ട കുറച്ച് പരിപാടികളുണ്ട്. നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് പരിപാടികൾ, നിങ്ങൾ കളത്തിലിറങ്ങി ചെയ്യേണ്ട കുറച്ച് പരിപാടികളുണ്ട്. അതിന് നിങ്ങൾ കളത്തിലിറങ്ങിയേ മതിയാവൂ. അല്ലാതെ നമ്മളെ വന്ന് അവര് രക്ഷിക്കും ഇവര് രക്ഷിക്കും എന്നും പറഞ്ഞിരുന്ന തേങ്ങ നടക്കും. അതാണ് നമ്മൾ ചെയ്യാനുള്ളത്. ഇറങ്ങിത്തിരിച്ച് ചെയ്യാതെ ഒരു പരിപാടി നടക്കത്തില്ല. കാരണം അങ്ങനെ ഇറങ്ങിത്തിരിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് പല കാര്യത്തിലും ഒരു നീക്കുപോക്കുണ്ടാവും. റിലേഷൻഷിപ്പിന്റെ കാര്യമായിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങൾക്ക് ബാധിച്ചിരിക്കുന്ന തടസ്സങ്ങളായിക്കോട്ടെ, നിങ്ങൾ ഇറങ്ങിത്തിരിച്ച് ഇതിൻ്റെ അകത്ത് ഇത് നിങ്ങളുടെ പല കാര്യങ്ങളും ചേഞ്ചസ് വരണമെന്നും പറഞ്ഞ് നോക്കിയാൽ നടന്നിരിക്കും. അതേസമയം നിങ്ങൾ ആലോചിച്ച് എല്ലാം എളുപ്പത്തിന് വേണ്ടി അവര് രക്ഷിക്കും ഇവര് രക്ഷിക്കും ആരെങ്കിലുമൊക്കെ വന്ന് എന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അവിടെ ഇരിക്കും. തേങ്ങ രക്ഷിക്കും. മനസ്സിലായ? കാരണം അങ്ങനെ നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഇരിക്കുന്നതിനേക്കാളും എത്ര ഒരാള് മോശപ്പെട്ട ഒരു മാനസികാവസ്ഥയിലോട്ട് പോകാൻ പറ്റുമോ,
മോശപ്പെട്ട ഒരു ഹെൽത്ത് കണ്ടീഷനിലോട്ട് പോകാൻ പറ്റുമോ അത് നിങ്ങൾ സ്വയം മേടിക്കേണ്ട ഒരു അവസ്ഥയെ ഇവിടെ കാണിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല രീതി നിങ്ങൾക്ക് അനുകൂലമാകുന്ന രീതി, സാമ്പത്തിക കാര്യങ്ങൾക്ക് അനുകൂലം, റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തോട്ട് വരിക, നിങ്ങളുടേതായിട്ടുള്ള തടസ്സങ്ങൾ മാറുക, നിങ്ങളുടേതായിട്ടുള്ള പല പരിപാടികളും നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ല രീതിക്ക് നടക്കുന്ന പരിപാടികൾ, പുതിയ കാര്യങ്ങളിലോട്ട് പോകുന്ന പുതിയൊരു സൗഹൃദം കിട്ടുക, പുതിയൊരു ബന്ധം കിട്ടുക, അല്ലാന്നുണ്ടെങ്കിൽ പഴയ കാര്യങ്ങൾ തന്നെ ഒരു പുതിയ എനർജിയോട് കൂടി വരിക, അങ്ങനെയുള്ള പരിപാടികൾ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഓർത്തിട്ടായിരിക്കാം നിങ്ങൾ പണ്ട് എന്താ പറയാ കുറച്ച് നാൾക്ക് മുമ്പൊക്കെ നിങ്ങൾ നല്ല രീതിക്ക് ഇങ്ങനെ ഒരു ബ്യൂട്ടി പരമായിട്ട് പല കാര്യങ്ങളും ചെയ്തിരുന്ന ആളുകളായിരിക്കാം. ഇപ്പൊ അതൊന്നും ചിലപ്പോൾ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നില്ലായിരിക്കാം. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. സൗന്ദര്യമല്ലേ, സൗന്ദര്യത്തില് ആറാടുക. ഓക്കെ, സൗന്ദര്യത്തിൽ എന്താ, സൗന്ദര്യത്തിൽ ഇപ്പൊ ആറാടിയാൽ എന്താ കുഴപ്പം? നിങ്ങൾക്ക് സൗന്ദര്യത്തില് നമ്മള് ഇപ്പൊ എന്താ പറയാ, നമുക്ക് ഒരു ജീവിതമല്ലേ ഉള്ളൂ. ആ ജീവിതം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത് ജീവിക്കുക. അല്ലാതെ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, വിചാരിക്കണവർ അവിടെ ഇരുന്ന് വിചാരിക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു കാര്യം കാണിക്കുന്നുണ്ട്. ട്രാവലിംഗ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് തരുന്ന യാത്രകൾ, ഒന്നല്ലെങ്കിൽ വിശേഷപ്പെട്ട ഏതെങ്കിലും ദേവാലയ ദർശനം, പള്ളി, അമ്പലം, അങ്ങനെയുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്ന പരിപാടികൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷൻ, ഏതെങ്കിലും പരിപാടികൾ, ഏതെങ്കിലും സ്ഥലങ്ങളിലോട്ട് യാത്ര ചെയ്യുന്നത്, അതുവഴി നിങ്ങൾക്ക് മനസ്സ് തുറന്നുള്ള ഒരു സന്തോഷം, മനസ്സ് തുറന്നുള്ള ഒരു ചിരി, അങ്ങനെയൊക്കെ പോകുമ്പോൾ നല്ല രീതിക്ക് എൻജോയ്മെന്റ് ചെയ്യുക. നല്ല രീതിക്ക് നിങ്ങൾക്ക് നല്ല സന്തോഷം തരുന്ന ഒരു പരിപാടിയാണ്. ട്രാവല് ചെയ്യാൻ കിട്ടുന്ന ഒരവസരം പാഴാക്കാതിരിക്കുക. അതെല്ലാം ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് എന്തായാലും അത് കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോവാനായിട്ടുള്ള പരിപാടികളാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവാണ്, അതൊക്കെ ഒന്ന് നോക്കുക. കാരണം ഇവിടെ പുതിയ പുതിയ കാര്യങ്ങളിലോട്ടുള്ള ചുവടുവയ്പ്, പുതിയ പുതിയ കാര്യങ്ങളിലോട്ടുള്ള തുടക്കം കുറിക്കല്, പുതിയ എനർജീസ്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും തടസ്സങ്ങൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പുതിയ ജോലി അന്വേഷിക്കുന്നവര്, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങളിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവര്, ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പൈസേനേക്കാളും കുറച്ചും കൂടി ഇത്തിരി കൂടി കിട്ടുന്ന ഒരു പൈസയുള്ള ജോലിയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഉള്ള ഒരു സാമ്പത്തികത്തിനേക്കാളും കുറച്ചും കൂടിയുള്ള സാമ്പത്തികം കിട്ടുന്ന പരിപാടികളിലോട്ടൊക്കെ ഉള്ള ഒരു പോക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. നല്ല കാര്യങ്ങളല്ലേ. പക്ഷേ ഇതിലുള്ള പരിപാടി എന്ന് പറയുന്നത് രണ്ടു കൂട്ടർ ഇതിൽ കാണിക്കുന്നുണ്ട്. ഒന്ന് വീഡിയോ വാച്ച് ചെയ്യുന്നത് ഞങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ ഞങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യാൻ തയ്യാറാണ്, അങ്ങനെയുള്ള ഒരു ഇത് കാണുന്നുണ്ട്. എന്നെ കൊണ്ട് വയ്യ, നാളെ ആകട്ടെ, മറ്റന്നാളാകട്ടെ, അതിന്റെ പിറ്റേന്നാളാകട്ടെ, അങ്ങനെ ക്രിസ്മസ് ആകും, പിന്നെ വിഷു ആകും, പിന്നെ ഓണമാകും, പിന്നെ എന്താ പറയാ ദീപാവലി ആകും, പിന്നെ അടുത്ത ക്രിസ്മസ് ആകും. ഓണവും ക്രിസ്മസും ദീപാവലിയൊക്കെ ഇങ്ങനെ മാറി മാറി മറിഞ്ഞൊക്കെ വരും. അപ്പൊ നിങ്ങൾ അങ്ങനെയുള്ളവര് അവിടെ തന്നെ ഇരിക്കും. അത്ര എനിക്ക് പറയാനുള്ളൂ. അങ്ങനെയുള്ളവരും ഈ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ട്. ഒരു ഉണർവില്ലായ്മ, ഒരു ഉന്മേഷയില്ലായ്മ, ആരെങ്കിലും ഒന്ന് രക്ഷിച്ചോണ്ട് പോട്ടെ അങ്ങനെയൊക്കെ ഇരുന്ന് വിചാരിക്കുന്നവര്, അതിലൊന്നും എനിക്ക് പറയാനില്ല. നമ്മള് എല്ലാത്തിനും എന്ത് പരിപാടിക്കാണെങ്കിലും പണിയെടുത്തിട്ടേ കാര്യമുള്ളൂ. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോന്നറിയില്ല, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ പറയും. വേറൊരു കാര്യം കൂടി പറയാം. ഇപ്പം എൻ്റെ അടുത്ത് റീഡിങ്ങിന് വരുവാണെന്നുണ്ടെങ്കിൽ എന്താണോ കാണുന്നത് അത് ഞാൻ തുറന്നു പറയും. നെഗറ്റീവാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് തന്നെ പറയും. പോസിറ്റീവാണ് കാണുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും പോസിറ്റീവ് പറയും. നിങ്ങൾക്ക് ഏകദേശം ഞാൻ പറയുന്നതിൻ്റെ ഇപ്പൊ എല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന ആളാണെന്ന് ഏകദേശം അറിയാൻ പറ്റുമല്ലോ. അല്ലാതെ
ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഓർത്ത് ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാകുമായിരിക്കും. പക്ഷേ എനിക്ക് ഇതിൽ കാണുന്നതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഉണ്ടെങ്കിൽ പുള്ളി മച്ചമ്പി ബിരിയാണി നിങ്ങൾ ആലോചിച്ച് അങ്ങനെ കഴിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഞാൻ പറയും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇല്ലാന്ന് തന്നെ പറയും. കാരണം എനിക്ക് എൻ്റെ അടുത്ത് ആരാണോ റീഡിങ്ങിന് വരുന്നത് അവരുടെ ഒരു ഫ്യൂച്ചർ ഗ്രോത്തേ ഞാൻ നോക്കുകയുള്ളൂ. അവരെ വിഷമത്തിലോട്ട് കൊണ്ടുപോകുന്നതിനേക്കാളും അവർക്ക് നല്ലൊരു ഹാപ്പിനെസ്സിലോട്ടുള്ള പരിപാടികളെ പറഞ്ഞു കൊടുക്കുകയുള്ളൂ. ഉള്ളതേ പറയുള്ളൂ, ഇല്ലാത്തത് പറയില്ല. ഓക്കെ, വാക്കുതർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. നിങ്ങളുടെ അടുത്ത് വാക്കുതർക്കങ്ങൾ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. പുറമേയുള്ള വ്യക്തികളായിക്കോട്ടെ, നിങ്ങൾക്കറിയാവുന്ന വ്യക്തികളായിക്കോട്ടെ, വാക്കുതർക്കങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ തോറ്റു തുന്നം പാടും. അതുകൊണ്ട് വാക്കുതർക്കങ്ങളിൽ നിന്നും മാക്സിമം ഒന്ന് ഒഴിഞ്ഞു പോവുക, അതിലോട്ട് പോവാതിരിക്കുക. വാക്കുതർക്കങ്ങളിൽ പോകരുത് കേട്ടോ. വാക്ക് തർക്കങ്ങളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതേ ഉണ്ടാവുള്ളൂ, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾ പറയുന്നത് ഉണ്ടാവില്ല. അപ്പൊ അതിലൊന്ന് ശ്രദ്ധിക്കുക, ചിലതിലൊന്ന് സെൽഫ് കൺട്രോൾ ചെയ്യുക കേട്ടോ. അങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഉറക്കം നല്ല രീതിക്ക് ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുക. മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് കൊടുക്കാതിരിക്കുക. കാരണം ഇവിടെ നല്ല കാര്യങ്ങൾ പല കാര്യങ്ങളും ഉണ്ട്. നല്ല കാര്യങ്ങൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ നല്ല കാര്യത്തിലോട്ട് എത്തിക്കാനും പറ്റും. നിങ്ങൾ വിചാരിച്ചാൽ മതി. ഇതിൽ പല കാര്യങ്ങളും നല്ല ഗംഭീരമായിട്ട് സോൾവ് ചെയ്യാനുള്ള പരിപാടികൾ ഇവിടെ ഉണ്ട്. അപ്പൊ അതൊന്ന് നിങ്ങൾ ശ്രമിക്കുക. കാരണം ഇപ്പൊ ഒരു എന്താ പറയാ, ഒരു എല്ലാവരും അനുസരിക്കുന്ന, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള, നിങ്ങൾക്ക് ചിലപ്പോൾ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാകാം. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതം പോകുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. പക്ഷെ അത് വാക്കുതർക്കങ്ങളിലോട്ട് പോവാതെ നിങ്ങളൊന്ന് ചില കാര്യങ്ങൾ ഒന്ന് ബുദ്ധിക്ക് ചെയ്യുക. മനസ്സിലായോ? ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഇവിടെ പല സാമ്പത്തികമായിട്ടുള്ള പല കാര്യങ്ങളും, സാമ്പത്തികം ഇവിടെ നല്ല രീതിക്ക് കാണിക്കുന്നുണ്ട്. ആ ഒരു കാര്യം നിങ്ങളുടെ അടുത്തോട്ട് തന്നെയാണ് വരുന്നത്. അപ്പൊ അത് ചെലവാക്കേണ്ട അടുത്ത് ചെലവാക്കുക. ചെലവാക്കേണ്ട അടുത്ത് ചെലവാക്കുക. ചെലവാക്കണ്ടില്ലാത്ത സ്ഥലത്ത് ചെലവാക്കണമെന്നില്ല. ഡ്രസ്സ് മേടിക്കാൻ ഒരുപാട് ഡ്രസ്സുകൾ വലിച്ചു വാരി മേടിച്ചു കൂട്ടുക, അത് പിന്നെ ഇടാതിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നത്, വേണ്ടുന്നതും വേണ്ടാത്തതുമായിട്ടുള്ള പല സാധനങ്ങളും വാങ്ങിച്ചു കൂട്ടുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ആ വാങ്ങിച്ചു കൂട്ടുന്നതിൽ ഇത്തിരി അതൊന്ന് നിങ്ങളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും വേണ്ടിയിട്ടായിരിക്കാം. അപ്പൊ അതൊന്ന് പിടിക്കുക കേട്ടോ. വേറെ പരിപാടികളൊന്നുമില്ല. എല്ലാം നല്ല ചടപടേ എന്ന് പോട്ടെ. നമുക്ക് മെസ്സേജസ് എന്താണെന്ന് നോക്കാം. ഏഞ്ചൽസ് മെസ്സേജസ് എന്താണെന്ന് നോക്കാം. മ്യൂസിക്. ഓക്കെ. ക്ലീൻ യുവർ സ്പേസ്, ഹെൽത്ത് ചെക്കപ്പ്, എനർജി വർക്ക്. ഇത് കണ്ട ഇപ്പൊ കണ്ട ബ്യൂട്ടി റിച്വൽ, മസാജ്. ഓക്കെ. അതായത് മ്യൂസിക്, നിങ്ങൾക്ക് ചിലപ്പോൾ പാട്ട് പാടാൻ കഴിവുള്ള ആളുകളായിരിക്കാം. പാട്ട് പാടാനോ ഡാൻസ് കളിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ പാട്ട് കേൾക്കാനോ ഒക്കെ താല്പര്യമുള്ള ആളുകളായിരിക്കാം. ഇത് നോക്കിക്കേ, ഇതില് തകില് കൊട്ടുന്ന പോലെയൊക്കെ പാട്ട് പാടുന്നുണ്ട്. ഞാനും ഇവിടെ ഇന്നലെ തകില് കൊട്ടുന്ന പോലെ പാട്ടൊക്കെ പാടിയതാണ്. അപ്പൊ എന്നെ വീട്ടുകാർ ഓടിച്ചിടുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ റിസ്ക് എടുത്തില്ല, തകിലെടുത്ത് ഇവിടെ വെച്ച്. ചിലപ്പോൾ ഓടിച്ചു വിട്ടപ്പോൾ വേറെ പോകാൻ സ്ഥലമൊന്നുമില്ല. അതുകൊണ്ട്
ഓക്കെ. കാരണം ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു പാട്ട് വെച്ച് കഴിഞ്ഞാൽ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ഉള്ള പാട്ടായിരിക്കും. അത് എനിക്ക് പാടാനൊന്നും ഉള്ള വശമൊന്നുമില്ല. എനിക്ക് ആകെ അറിയാവുന്നത് ഡാൻസ് ഒക്കെ കളിക്കാൻ ഇത്തിരിയൊക്കെ വശമുള്ളൂ. അപ്പൊ അത് ഇത്തിരി കൂടി വോളിയൊക്കെ കൂട്ടി വെച്ച് ഉറങ്ങുന്നവരെ ഉണർത്തുക, തകില് കൊട്ടുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ വീട്ടുകാരെന്നെ ഓടിച്ചിടുമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ അതിൽ നിന്ന് പിന്മാറി. കാരണം വേറെ പോകാൻ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ. മസാജ്. മസാജ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് പല നീർക്കെട്ടലുകളോ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടലുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ആയുർവേദപരമായിട്ടുള്ള കാര്യങ്ങളിലോട്ടൊക്കെ പോവുക. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. തായ്ലൻഡിലെ മസാജുകൾ പോലത്തെ ഉള്ള മസാജ് അല്ല. ഓക്കെ. ബ്യൂട്ടി റിച്വൽ നേരത്തെ പറഞ്ഞത്. നിങ്ങളുടെ സൗന്ദര്യ സംരക്ഷകമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളൊന്ന് മുടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സടകുടഞ്ഞ് എടുക്കുക. നമ്മള് നടക്കുന്ന ഇതില് നല്ല നല്ല രീതിക്ക് നല്ല ടിപ് ടോപ്പ് ആയിട്ട് നടക്കുന്നേ. അപ്പൊ അതൊക്കെ ഒന്ന് സംരക്ഷിക്കുക. അതൊക്കെ ഒന്ന് സടകുടഞ്ഞൊന്ന് എഴുന്നേറ്റ് നല്ല കുട്ടപ്പനായി അല്ലെങ്കിൽ നല്ല കുട്ടപ്പിയൊക്കെ ആയിട്ട് നല്ല രീതിക്ക് ഒന്ന് നടക്കുക. കാരണം നേരത്തെ അങ്ങനെയൊക്കെ നല്ല അണിഞ്ഞൊരുങ്ങി നടന്നിരുന്ന ഇത്തിരി ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളൊക്കെ ആയിരുന്നു. അതൊക്കെ ചില ആളുകൾ നിർത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. ഹെൽത്ത് ചെക്കപ്പ്. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിങ്ങനെ അതിൽ വലിയ കാര്യമൊന്നുമില്ല അങ്ങനെയുള്ള രീതിയിൽ ഇരിക്കാതെ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക. എന്നും പറഞ്ഞ് ചില ആളുകൾ ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന ചില ആളുകൾ അയ്യോ ആ അസുഖമാണോ ഈ അസുഖമാണോ എന്നും പറഞ്ഞ അത്രയും തലത്തിൽ പോയി ചിന്തിക്കാനല്ല കേട്ടോ പറഞ്ഞത്. ഇപ്പൊ നമുക്ക് കൊളസ്ട്രോള് അല്ലെങ്കിൽ ഷുഗർ അങ്ങനെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള അസുഖം, തലകറക്കം, ഇപ്പൊ എന്തെങ്കിലും വൈറൽ ഡിസീസ് അങ്ങനെയുള്ള എന്തെങ്കിലും പരിപാടികൾ, കാലാവസ്ഥാപരമായിട്ടുള്ള ബുദ്ധിമുട്ട്, ഫുഡ് പോയിസൺ, അതുമൊക്കെ അസുഖങ്ങളാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക കേട്ടോ. അപ്പൊ അതൊന്ന് ഡോക്ടറെ കാണാതെ സ്വയം ചികിത്സ നടത്താതിരിക്കുക. എനർജി വർക്ക്, അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഇത്തിരി മേലനങ്ങണം. കളത്തിലിറങ്ങി കളിക്കേണ്ടത് കളത്തിലിറങ്ങണം. ഒന്ന് ശരീരമൊക്കെ ഒന്ന് ആയാസമൊക്കെ വരട്ടെ. വാക്കിങ്ങിന് പോവുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടികളൊക്കെ ചെയ്യുക. ശരീരത്തിന് ഒരു ഇതുണ്ട്, ഒരു ഉണർവില്ലായ്മ, ഒരു ഉന്മേഷമില്ലായ്മ പല കാര്യങ്ങളിലും ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്യുക. ക്ലീൻ യുവർ സ്പേസ്. അത് അടിച്ചു തുടച്ചിടുക എന്ന് മലയാളത്തിൽ പറയും. അടിച്ചു തുടച്ചിടുന്നില്ലേ? എല്ലാവർക്കും അല്ല കേട്ടോ, ചില ആളുകൾ അങ്ങനെ ചെയ്യുന്നില്ല. അപ്പൊ അത് നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, അത് എനിക്കിപ്പോ ഇന്നൊരു മൂഡില്ല, നാളത്തേക്ക് മാറ്റാം. നമ്മൾ ചെയ്യാനുള്ളത് നെഗറ്റീവ് എനർജി തുടച്ചു മാറ്റുക. ഇപ്പൊ ഡ്രസ്സ് കൂട്ടിയിടുന്നത്, വാഷ് ബേസിനിലെ പ്ലേറ്റ്സ് കൂട്ടിയിടുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ പൊടി കാര്യങ്ങളൊക്കെ തുടക്കാതിരിക്കുന്നത്, അങ്ങനെയുള്ള പരിപാടികൾ. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവരും അല്ല, കുറച്ച് ആളുകൾ നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ ഇന്നിപ്പോ ടൈമില്ല അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.